നിങ്ങളുടെ ടെക്സ്റ്റിലെ ബയോ മാക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്ന ഒരു പോർഷൻ, ദാറ്റ് ഈസ് പേജ് നമ്പർ 146. അതുള്ള പോർഷനാണ് പറയുന്നത്. നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. അതായത് നമ്മളൊരു ടിഷ്യൂവിനെ എടുത്തു, അതിനെ ഗ്രൈൻഡ് ചെയ്തു, ട്രൈക്ലോറോഅസിറ്റിക് ആസിഡിൽ വെച്ച് ഗ്രൈൻഡ് ചെയ്തു, എന്നിട്ട് അതിനെ ചീസ് ക്ലോത്ത് അല്ലെങ്കിൽ കോട്ടണിൽ വെച്ച് സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് 2 ഫ്രാക്ഷൻസ് കിട്ടും. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതിൽ ആസിഡ് സോല്യൂബിൾ പൂളും ഉണ്ട്, ആസിഡ് ഇൻസോല്യൂബിൾ ഫ്രാക്ഷനും ഉണ്ട്. ആസിഡ് സോല്യൂബിൾ പൂളുള്ള സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയോടൈഡ്സ്, സിമ്പിൾ ഷുഗേഴ്സ്, നൈട്രജൻ ബേസസ്, അങ്ങനെ സിമ്പിളായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും. ദേ ഹാവ് എൻ molecular weight of about 18 to 800 daltons. They are called micromolecule. അത് ആസിഡ് സോല്യൂബിൾ പൂളുള്ളതാണ്. While in acid insoluble fraction there are 4 types of compounds, mainly proteins, nucleic acids, polysaccharides and lipids. അതിനെയാണ് നമ്മൾ ബയോ മാക്രോ മോളിക്യൂൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജനറലൈസ് ചെയ്യുമ്പോൾ അവരുടെ മോളിക്കുലാർ വെയിറ്റ് എബൌട്ട് 10,000 ഡാൽട്ടൺസ് ആയിരിക്കും. പക്ഷെ അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ എക്സെപ്ഷൻ എപ്പോഴും ബയോളജിയിൽ പറയുമ്പോൾ അതിലും ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതാണ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ലിപ്പിഡ്സ് ആസിഡ് ഇൻസോല്യൂബിൾ ഫ്രാക്ഷനിൽ വരുന്നവരാണ്. പക്ഷേ അവരുടെ മോളിക്കുലാർ വെയിറ്റ് എബൌട്ട് 800 ഡാൽട്ടൺസേ വരുന്നുള്ളൂ. അത് കുറച്ചും കൂടി സ്മോളർ മോളിക്യൂൾസാണ്. ഇനി അതെന്തുകൊണ്ടാണ് ആസിഡ് ഇൻസോല്യൂബിൾ ഫ്രാക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്? നമ്മളൊരു ടിഷ്യൂവിനെ അല്ലെങ്കിൽ സെല്ലിനെയൊക്കെ ഗ്രൈൻഡ് ചെയ്യുക എന്ന് പറയില്ലേ, ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ സെൽ സ്ട്രക്ചർ മൊത്തമായും ഡിസ്റപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡീഓർഗനൈസ് ചെയ്യണം. അപ്പോൾ സെൽ മെംബ്രെയിൻ ആൻഡ് അതർ മെംബ്രെയിൻസ്, കുറേ മെംബ്രെയിൻസ് ഉണ്ടാവില്ലേ, എല്ലാ സെൽ ഓർഗൻസിനും മെംബ്രെയിൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ബ്രേക്ക് ചെയ്യും, പീസസ് ആയിട്ട് മാറും. നമ്മൾ പറഞ്ഞു ഈ സെൽ മെംബ്രെയിൻസിലൊക്കെ ലിപ്പിഡ്സ് ഉണ്ടെന്ന്. ഫോസ്ഫോലിപ്പിഡ്സ് എന്നൊക്കെ നേരത്തെ ലിപ്പിഡ്സിൻ്റെ കയ്യിൽ പഠിച്ചില്ലേ. അപ്പോൾ ആ ഫോസ്ഫോലിപ്പിഡ്സൊക്കെ മെംബ്രെയിൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. ഫോസ്ഫോലിപ്പിഡ്സും പ്രോട്ടീൻ അതൊക്കെ കൂടി മെംബ്രെയിൻ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ മെംബ്രെയിനൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ വെസിക്കിൾസ് ഉണ്ടാവും. ദി ഫോം വെസിക്കിൾസ് വിച്ച് ആർ നോട്ട് വാട്ടർ സോല്യൂബിൾ. വാട്ടറിൽ സോല്യൂബിൾ ചെയ്യാത്ത ഈ ലിപ്പിഡ്സൊക്കെ കൂടി വെസിക്കിൾസ്, അതായത് ചെറിയ ചെറിയ പാക്കേജസ് പോലെയാവും. അതാണ് വെസിക്കിൾസ് എന്ന് പറയുന്നത്. ദെൻ ദീസ് വെസിക്കിൾസ് സെപ്പറേറ്റ് അലോങ് ആസിഡ് ഇൻസോല്യൂബിൾ പൂൾ. അപ്പോൾ ഈ വെസിക്കിൾസ് എന്ത് ചെയ്യും? ആസിഡ് ഇൻസോല്യൂബിൾ പൂളിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യും. അങ്ങനെയാണ് ലിപ്പിഡ്സ് മാക്രോമോളിക്കുലാർ ഫ്രാക്ഷനിലേക്ക് വന്നത്. അല്ലാതെ ലിപ്പിഡിൻ്റെ മോളിക്കുലാർ വെയിറ്റ് കുറവാണ്. അപ്പോൾ നമുക്ക് ലിപ്പിഡ്സിനെ ഒരു മാക്രോ മോളിക്യൂളാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതായത് ആസിഡ് ഇൻസോല്യൂബിൾ പൂളിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെങ്കിലും അത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം ഇതാണ്. സെൽ മെംബ്രെയിനൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ മെംബ്രെയിൻ സ്ട്രക്ചേഴ്സൊക്കെ വെസിക്കിൾസ് പോലെയാവും. എന്നിട്ട് ഈ വെസിക്കിൾസ് ആസിഡ് ഇൻസോല്യൂബിൾ മാക്രോ മോളിക്കുലാർ ഫ്രാക്ഷനിലേക്ക് വരികയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ലിപ്പിഡ്സ് എന്ത് പറയുന്നത്, ദേ ആർ മാക്രോ മോളിക്യൂളിൽ പെട്ടുപോകുന്നത്. പക്ഷേ ദേ ആർ നോട്ട് സ്ട്രിക്ട്ലി മാക്രോ മോളിക്യൂൾ. ഓക്കെ. ഇനി അതിൽ പറയുന്നത് ഈ ആസിഡ് സോല്യൂബിൾ പൂളിൽ കൂടുതലും സൈറ്റോപ്ലാസ്മിക് കമ്പോസിഷൻസ് ആണുള്ളത്. സൈറ്റോപ്ലാസ്മിലുള്ള സെൽ ഓർഗൻസ് അങ്ങനെയൊക്കെ വരില്ലേ, അതൊക്കെയാണ് കൂടുതലുള്ളത്. സൈറ്റോപ്ലാസ്മിക് കമ്പോണൻസ്, സെൽ ഓർഗൻസ് കൂടുതലും വരുന്നത് മാക്രോ മോളിക്യൂൾസിലാണ്. അപ്പോൾ ആസിഡ് സോല്യൂബിൾ പൂൾ, അതായത് മൈക്രോ മോളിക്യൂൾസിൽ സൈറ്റോപ്ലാസ്മിക് കമ്പോണൻസ് ആണ് വരുന്നത്. മാക്രോ മോളിക്യൂൾസിൽ സൈറ്റോപ്ലാസവും ഓർഗനൽസും എല്ലാം കൂടെ കൂടിയതാണ് ആസിഡ് ഇൻസോല്യൂബിൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ആസിഡ് ഇൻസോല്യൂബിൾ ഫ്രാക്ഷനും സോല്യൂബിൾ ഫ്രാക്ഷനും കൂടിയാണ് എന്തെന്ന് പറയുന്നത്, ടോട്ടൽ ലിവിങ് സെൽ അല്ലെങ്കിൽ ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബയോ മാക്രോ മോളിക്യൂൾ എന്ന് പറയുന്ന പോർഷനിൽ ടെക്സ്റ്റിൽ പറയുന്നത്. ബയോ മാക്രോ മോളിക്യൂൾ ഈ എഴുതിയിരിക്കുന്ന കാര്യം തന്നെയാണ് പറയുന്നത്, ബയോ മാക്രോ മോളിക്യൂൾ. ഓക്കെ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ലിപ്പിഡ്സ് ആണ്. നമ്മളിപ്പോൾ ബയോമോളിക്യൂൾസാണ് പഠിക്കുന്നത്. ബയോമോളിക്യൂൾസിൽ തന്നെ നമ്മൾ പല എക്സാമ്പിൾസൊക്കെ പഠിച്ചു. ബയോ മൈക്രോ മോളിക്യൂൾസ്, ബയോ മാക്രോ മോളിക്യൂൾസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബയോ മൈക്രോ മോളിക്യൂൾസിൽ ഉള്ള ഒരാളാണ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ചു ലിപ്പിഡ്സിന് അതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് 800 ഡാൽട്ടൺസേ ഉള്ളൂ. യെറ്റ് ദേ ആർ കൺസിഡേർഡ് ആസ് ബയോ മാക്രോ മോളിക്യൂൾസ്. അതായത് ലിപ്പിഡ്സ് മോളിക്കുലാർ വെയിറ്റ് 10,000 ഡാൽട്ടൺസിന് മുകളിലാണെങ്കിലാണ് നമ്മൾ ബയോ മാക്രോ മോളിക്യൂൾ എന്ന് പറയുന്നത്.
അപ്പോൾ molecular weight of lipids is less than 800 daltons, but it comes under acid insoluble fraction because lipids, when a tissue is grinded from vesicles which are water soluble, that is lipids are not strictly macromolecules. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന ലിപ്പിഡ്സിനെ കുറിച്ചിട്ടാണ്. അമിനോ ആസിഡ്സിനെ കുറിച്ച് പഠിച്ചു. അമിനോ ആസിഡ്സ് അസിഡിക്, ബേസിക്, ന്യൂട്രൽ അമിനോ ആസിഡ്സ് ഉണ്ട്. സ്വീറ്റ് അയൺ എന്താണ്, ആരോമാറ്റിക് അമിനോ ആസിഡ് എന്താണ്, അങ്ങനെ എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ, അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അടുത്തത് ലിപ്പിഡ്സ്. ജനറലി വാട്ടർ ഇൻസോല്യൂബിൾ ആണ് അല്ലേ. നമ്മളിപ്പോൾ എണ്ണ ഒക്കെ വെള്ളത്തിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ എണ്ണ പൊങ്ങിക്കിടക്കും. അപ്പോൾ ലിപ്പിഡ്സ് വാട്ടർ ഇൻസോല്യൂബിൾ ആണ്. അവർ സിമ്പിൾ ഫാറ്റി ആസിഡ്സ് ആവാം, അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്സിൻ്റെയും ആൽക്കഹോൾസിൻ്റെയും എസ്റ്റേഴ്സ് ആവാം. ആസിഡ് ആൽക്കഹോൾ ബോണ്ടിന് പറയുന്ന പേരാണ് എസ്റ്റർ ബോണ്ട്. അപ്പോൾ ഒന്നുകിൽ സിമ്പിൾ ഫാറ്റി ആസിഡ്സ് ആവാം, അല്ലെങ്കിൽ സിമ്പിൾ ഫാറ്റി ആസിഡ്സും ആൽക്കഹോൾ, പ്രത്യേകിച്ച് ഗ്ലിസറോളും കൂടെ കൂടിയ ഒരു എസ്റ്റർ ആകാം, ഒരു കോമ്പൗണ്ട്, രണ്ടും കൂടെ കൂടിയൊരു കോമ്പൗണ്ട്. ഇനി പലതരത്തിൽ ലിപ്പിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ദ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് ചൂടാകാൻ എടുക്കുന്ന നേരം, മെൽറ്റിംഗ് പോയിൻ്റ്. ലിപ്പിഡ്സ് ആർ 2 types. ലിപ്പിഡ്സിനെ രണ്ടായിട്ട് തിരിക്കാം, ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. ഓയിൽസിന് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ദേ റിമൈൻ ലിക്വിഡ് ഫോം അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ഫോമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഇതിനെ പറയുന്ന പേരാണ് എന്ത്, ഓയിൽസ്. ഫാറ്റ്സ് ആണെങ്കിലോ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. ദേ റിമൈൻ ഇൻ സോളിഡ് ഫോം അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പോൾ അവർ സോളിഡ് ഫോമിലാണ് ഇരിക്കുക റൂം ടെമ്പറേച്ചറിൽ. ഓക്കെ. ഇനി ലിപ്പിഡ്സിൻ്റെ വേറൊരു ക്ലാസിഫിക്കേഷനാണ് കമ്പോസിഷൻ അനുസരിച്ച്. അതായത് വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ മോണോമേഴ്സ്, എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ലിപ്പിഡ്സ് ഉണ്ടാക്കുന്നതെന്നനുസരിച്ച് ഉള്ളൊരു ഡിവിഷനാണ്. അത് സിമ്പിൾ ലിപ്പിഡ്സ്. അതിന് മുമ്പ് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ഗ്രൂപ്പിൽ കാർബോക്സിൽ ഗ്രൂപ്പ് കൂടിയതാണ് ലിപ്പിഡ്സ്. നമ്മൾ അമിനോ ആസിഡ്സ് കണ്ടപ്പോൾ പഠിച്ചു, R എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഗ്രൂപ്പിൽ ഒരു NH2ഉം ഒരു ഹൈഡ്രജനും അതുപോലെ പിന്നെന്തുണ്ട്, ഒരു കാർബോക്സിൽ ഗ്രൂപ്പും. അതാണ് നമ്മുടെ അമിനോ ആസിഡ്സിലുണ്ടായിരുന്നത്. ഇവിടെ ലിപ്പിഡ്സിലുള്ളത് ഒരു R എന്ന് പറയുന്ന ഗ്രൂപ്പിൽ കാർബോക്സിൽ ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് കാണാം ഫാറ്റി ആസിഡ് കാർബോക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ COOH, അതാണ് കാർബോക്സിൽ ഗ്രൂപ്പ്. R എന്ന് പറയുന്നത് എന്തൊക്കെയാവാം, R എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് ഒരു COOH ചേരുമ്പോഴാണ് ലിപ്പിഡ്സ് ഉണ്ടാകുന്നത്. ആ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആവാം. അതായത് മീഥൈൽ ഗ്രൂപ്പ് ആവാം, CH3, അല്ലെങ്കിൽ C2H5 ഈഥൈൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഹയർ നമ്പർ ഓഫ് കാർബൺ ഉള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്. അതായത് ഏകദേശം 1 കാർബൺ മുതൽ 19 കാർബൺ വരെ ലിപ്പിഡിൽ ഉണ്ടാവും. അതിന് എക്സാമ്പിളാണ് പാമിറ്റിക് ആസിഡ്. നമ്മളിവിടെ കാണുന്നുണ്ട് പാമിറ്റിക് ആസിഡിന്, കാണുന്നുണ്ടോ പാമിറ്റിക് ആസിഡിന് അവർ സാച്ചുറേറ്റഡ്, അതെന്താണെന്ന് പിന്നെ പറയാം. പാമിറ്റിക് ആസിഡിന് 16 കാർബൺ ഉണ്ട്. അതുപോലെ അറാക്കിഡോണിക് ആസിഡ്, അതിന് 20 കാർബൺസ് ഉണ്ട്. അപ്പോൾ ഇതാണ് 1 മുതൽ 19 അല്ലെങ്കിൽ 20 വരെയൊക്കെ കാർബൺ ആറ്റംസ് ലിപ്പിഡ്സിലുണ്ടാവാം. ഇനി സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഫോംഡ് ഓഫ് ആൽക്കഹോൾ ലൈക്ക് ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്സ്. ഗ്ലിസറോളും ഫാറ്റി ആസിഡ്സും കൊണ്ടുണ്ടാക്കുന്നതാണ് സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഗ്ലിസറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പെയിൻ ആണ്. 3 കാർബൺ ഉള്ള സ്ട്രക്ചറാണ് പ്രൊപ്പെയിൻ എന്ന് പറയുന്നത്. ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഇതാണ് ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പെയിൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു OH എല്ലാ കാർബണിലും വന്നിട്ടുണ്ട്, അതാണ് ഹൈഡ്രോക്സി എന്ന് പറയുന്നത്. ട്രൈ ഹൈഡ്രോക്സി, 3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അപ്പോൾ പ്രൊപ്പെയിൻ്റെ ഒരു ഡെറിവേറ്റീവ്, പ്രൊപ്പെയിനിലേക്ക് 3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആഡ് ചെയ്താലാണ് ഗ്ലിസറോൾ കിട്ടുക.
ഫാറ്റി ആസിഡ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഫാറ്റി ആസിഡ്സ് എന്താണ്? ഓർഗാനിക് ആസിഡ്സ് ആണ് വിത്ത് ഹൈഡ്രോകാർബൺ ചെയിൻ എൻഡിങ് ഇൻ കാർബോക്സിൽ ഗ്രൂപ്പ്. കാർബോക്സിൽ ഗ്രൂപ്പിൽ എൻഡ് ചെയ്യുന്ന ഒരു ഹൈഡ്രോകാർബൺ ചെയിൻ ഉള്ളവരാണ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും കൂടെ കൂടിയതിനെയാണ് നമ്മൾ സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഫുൾ കെമിസ്ട്രി ആണ് കേട്ടോ. ഇനി അടുത്ത് വരുന്നത് അടുത്തൊരു ഡിവിഷനാണ്, ഫാറ്റി ആസിഡ്സിൻ്റെ ഡിവിഷനാണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും. നമ്മൾ ലിപ്പിഡ്സിൻ്റെ ഒരു ഡിവിഷൻ പഠിച്ചു. എന്താണത്? അത് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. ഓയിൽസ് എന്ന് പറയാൻ മെൽറ്റിംഗ് പോയിൻറ്റ് കുറവായിരിക്കും, ലിക്വിഡായിട്ട് തന്നെ ഇരിക്കും. ഫാറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. സോ ദി റിമൈൻ സോളിഡ് ഫോം അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പോൾ ഒരു റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിട്ടിരിക്കുന്നവരാണ് ഫാറ്റ്സ് എന്ന് പറയുന്നത്. ഇനി സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും ഫാറ്റി ആസിഡ്സിൻ്റെ സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ലിപ്പിഡ്സ് ഇൻക്ലൂഡ് ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. അപ്പോൾ ഈ പറയുന്ന ഫാറ്റി ആസിഡ്സ് ക്യാൻ ബി ഓഫ് 2 types ബേസ്ഡ് ഓൺ ദ ബോൺസ്. അതാണ് പറയുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. ഇൻ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ദർ വിൽ ബി നോ ഡബിൾ ബോൺസ്. കാർബൺ ആറ്റത്തിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ടുകൾ ഉണ്ടാവില്ല, നമുക്ക് കാണാം. പാമറ്റിക് ആസിഡാണ് എക്സാമ്പിൾ. അതിനെയാണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഹാവ് 1 or more കാർബൺ ഡബിൾ ബോണ്ട്. എക്സാമ്പിൾ ഈസ് അരാക്കിഡോണിക് ആസിഡ്. അതും നിങ്ങൾക്ക് കാണാം. 20 കാർബൺസ് ഉണ്ട്, ഡബിൾ ബോണ്ട് ആണുള്ളത് ബിറ്റ്വീൻ 5 and 6. കാർബൺ 5 and 6 തമ്മിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. പിന്നെ 8 and 9, 11 and 12, 14 and 15. ഇങ്ങനെ കുറേ ഡബിൾ ബോണ്ട്സ് ഉള്ള സ്ട്രക്ചേഴ്സിനെയാണ്, അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ഡബിൾ ബോണ്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. ഇനി മോണോഗ്ലിസറൈഡ്സ്, ട്രൈഗ്ലിസറൈഡ്സ്, ഡൈഗ്ലിസറൈഡ്സ് എന്നൊക്കെ പറയാം. വാട്ട് ആർ ദേ? മോണോഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലിസറോൾ പ്ലസ് 1 ഫാറ്റി ആസിഡ്സ്. അതിനാണ് മോണോഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത്. ഗ്ലിസറോൾ പ്ലസ് 1 ഫാറ്റി ആസിഡ്. ഡൈഗ്ലിസറൈഡ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 2. ഡൈ മീൻസ് 2. ഗ്ലിസറോൾ പ്ലസ് 2 ഫാറ്റി ആസിഡ്സ്. ട്രൈഗ്ലിസറൈഡ്സ് മീൻസ് ഗ്ലിസറോൾ പ്ലസ് 3 ഫാറ്റി ആസിഡ്സ്. ഇനി നെക്സ്റ്റ് സിമ്പിൾ ലിപ്പിഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു ഡിവിഷനാണ് ഫോസ്ഫോലിപ്പിഡ്സ്. Phospholipids are esters of fatty acids and alcohol with phosphorus compounds. അപ്പോൾ ഇവരും ഫാറ്റി ആസിഡ്സിൻ്റെയും ആൽക്കഹോളിൻ്റെയും എസ്റ്റേഴ്സ് ആണ്, ബട്ട് ദേ കണ്ടെയ്ൻ ഫോസ്ഫറസ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിന് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ലെസിത്തിൻ. ദറ്റ് ഈസ് ഫൗണ്ട് ഇൻ സെൽ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ അറിയാലോ. സെൽ മെംബ്രെയിനിൽ കാണുന്ന ഒരു കോമ്പൗണ്ടാണ് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത്. ഇനി ഈ കാണിക്കുന്ന സ്ട്രക്ചർ ട്രൈഗ്ലിസറൈഡിൻ്റെ സ്ട്രക്ചറാണ്. ട്രൈഗ്ലിസറൈഡ് അതിൽ R1, R2, R3 എന്നൊക്കെ പറഞ്ഞാൽ അത് ഫാറ്റി ആസിഡ്സ് ആണ്. അപ്പോൾ R1, R2, R3 അതാണ് ട്രൈ എന്ന് പറയുന്നത്, 3 ഫാറ്റി ആസിഡ്സ്. ഓക്കെ. ഇനി ഫോസ്ഫോലിപ്പിഡിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ഫോസ്ഫറസ് ഉണ്ട് അതിൽ, കണ്ടോ? അതിൽ ഫോസ്ഫറസ് ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത്. ഇനി ചില ന്യൂറൽ ടിഷ്യൂസിലും ലിപ്പിഡ്സൊക്കെ കാണാം. അതിൻ്റെ സ്ട്രക്ചേഴ്സ് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിരിക്കും. അടുത്ത് നമുക്ക് കോമൺ ആയിട്ട് പരിചയമുള്ളൊരു ലിപ്പിഡാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അവർ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് സ്റ്റിറോൾസ് ആണ്. ദേ ആർ കോമ്പൗണ്ട്സ് ഓഫ് ഫ്യൂസ്ഡ് ഹൈഡ്രോ കാർബൺ റിംഗ് ആൻഡ് എ ലോങ് ഹൈഡ്രോ കാർബൺ സൈഡ് ചെയിൻ. കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചറാണ്. ഒരു ഫ്യൂസ്ഡ് ഹൈഡ്രോ കാർബൺ റിങ്ങും ഉണ്ടാവും, പിന്നെ ലോങ് ഹൈഡ്രോ കാർബൺ സൈഡ് ചെയിനും ഉണ്ടാവും. നോക്കി, ഇതാണ് ഫ്യൂസ് ഹൈഡ്രോ കാർബൺ റിങ് എന്ന് പറയുന്നത്. ഇതാണ് ലോങ് ഹൈഡ്രോ കാർബൺ സൈഡ് ചെയിൻ. അതിന് എക്സാമ്പിളാണ് കൊളസ്ട്രോൾ. ഇത്രയുമാണ് ലിപ്പിഡ്സിൽ പറയാനുള്ളത്. ലിപ്പിഡ്സ് ആർ വാട്ടർ ഇൻസോല്യൂബിൾ ആണ്. ഇത് സിമ്പിൾ ഫാറ്റി ആസിഡ്സ് ആവാം, അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്സ് പ്ലസ്
ആൽക്കഹോൾ. അപ്പോൾ അവിടെയുള്ള ബോണ്ടാണ് എസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത്. ആൽക്കഹോൾ ഗ്ലിസറോളാണ്. സിമ്പിൾ ലിപ്പിഡ്സ് ആണെങ്കിൽ ഗ്ലിസറോൾ പ്ലസ് ഫാറ്റി ആസിഡ് ആണ് സിമ്പിൾ ലിപ്പിഡ്സ്. ഇനി അക്കോർഡിംഗ് ടു ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ലിപ്പിഡ്സ് ദേ ക്യാൻ ബി ഓഫ് 2 types, that is fats and oils. Oils have low melting point, so they remain liquid at room temperature, while fats have high melting point, അതുകൊണ്ട് they remain solid at room temperature. Then based on the composition, lipids can be of 3 types: simple lipids, phospholipids, sterols. അതാണ് നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾസ്. Simple lipids means simply ഫാറ്റി ആസിഡ്സ് പ്ലസ് ഗ്ലിസറോൾസ്. ഗ്ലിസറോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊപ്പെയിനിലേക്ക് 3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആഡ് ചെയ്താൽ ദറ്റ് ഈസ് ഗ്ലിസറോൾ, ദറ്റ് ഈസ് ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പെയിൻ. Then fatty acids are organic acids with hydrocarbon chain ending in carboxyl group. ഞാൻ പറഞ്ഞു ഒരു R എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഗ്രൂപ്പ്, അത് മീഥൈലാവാം, ഈഥൈലാവാം, അല്ലെങ്കിൽ ഒരു 20 കാർബൺ വരെയുള്ള ഹയർ സ്ട്രക്ചേഴ്സ് ആവാം. അതിനോട് കാർബോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക, ഫാറ്റി ആസിഡ്സ് ഉണ്ടാവാം. ഇനി ഫാറ്റി ആസിഡ്സിൻ്റെ 2 ടൈപ്പാണ് കാണിച്ചിരിക്കുന്നത്: അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആൻഡ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് മീൻസ് പാമിറ്റിക് ആസിഡ് പോലെ അതൊരു 16 കാർബൺ കൂടുതൽ കാർബൺ ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. 16 കാർബൺ സ്ട്രക്ചറാണ്. ദേ ഹാവ് നോ ഡബിൾ ബോണ്ട്, അതാണ് അതിൻ്റെ പ്രത്യേകത. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഹാവ് മോർ ദാൻ 1 or more ഡബിൾ ബോണ്ട്സ്. എക്സാമ്പിൾ പറയുന്നത് അറാക്കിഡോണിക് ആസിഡാണ്. അവിടുത്തെ ഡബിൾ ബോണ്ടും കാണിച്ചിട്ടുണ്ട്. ഇനി മോണോഗ്ലിസറൈഡ്സ്, ഡൈഗ്ലിസറൈഡ്സ്, ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ എന്താണ്? ഗ്ലിസറോൾ പ്ലസ് 1 ഫാറ്റി ആസിഡ് ആണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ലിപ്പിഡ് ഇസ് നോൺ ആസ് മോണോഗ്ലിസറൈഡ്സ്. ഡൈഗ്ലിസറൈഡ്സ് മീൻസ് glycerol plus 2 fatty acids. Triglycerides means glycerol plus 3 fatty acids. ട്രൈഗ്ലിസറൈഡ്സിൻ്റെ പടമാണ് തന്നിരിക്കുന്നത്. R1, R2, R3 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ആണ് 3 ഫാറ്റി ആസിഡ്സ്: R1, R2, R3. Then phospholipids. They are esters of fatty acids, same fatty acids and alcohol. ആൽക്കഹോളിൻ്റെ ഫാറ്റി ആസിഡ്സിൻ്റെ എസ്റ്റേഴ്സ് ആണ്. ബട്ട് they contain, എന്താ അതിൻ്റെ വ്യത്യാസം? they contain phosphorus. Example lecithin. It is present in cell membrane. ലിവിങ് ടിഷ്യൂവിൽ സെൽ മെംബ്രെയിനിലാണ് ലെസിത്തിൻ കാണുന്നത്. ദെൻ സ്റ്റിറോൾസ് നമുക്ക് പരിചയമുള്ളതാണ്. എക്സാമ്പിൾ എന്താണ്? കൊളസ്ട്രോൾ. അത് കുറച്ചും കൂടെ ബൾക്കി സ്ട്രക്ചറാണ്. എങ്ങനെയാണ്? വലിയ ഹൈഡ്രോകാർബൺ ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ റിങ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു ലോങ് ഹൈഡ്രോകാർബൺ ചെയിനും ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് ലിപ്പിഡ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ആ ഡയഗ്രാമൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക, വരയ്ക്കാൻ എന്നില്ലെങ്കിലും നോക്കിയെങ്കിലും വയ്ക്കുക. അതായത് ലെസിത്തിൻ്റെ ഡയഗ്രാം ഉണ്ട്, ഗ്ലിസറോൾ, ട്രൈഗ്ലിസറൈഡ്സ്, കൊളസ്ട്രോൾ. ഇത്രയും ഡയഗ്രാം നമുക്ക് ടെക്സ്റ്റിൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പേജ് നമ്പർ 145. അപ്പോൾ ആ ഡയഗ്രാം ഏത് തന്നാലും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കാം. ഇതിൻ്റെ മാത്രമല്ല, എല്ലാത്തിൻ്റെയും ന്യൂക്ലിക് ആസിഡ്സ്, അമിനോ ആസിഡ്സ്, അതിൻ്റെയൊക്കെ ഡയഗ്രാം തന്നിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് സ്ട്രക്ചറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ദിസ് ഈസ് ഓൾ അബൌട്ട് ലിപ്പിഡ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ബയോ മൈക്രോ മോളിക്യൂളാണ്. മൈക്രോ അതായത് 18 to 800 ഡാൽട്ടൺസ്. അതിൽ വരുന്നതാണ് ഷുഗേഴ്സ് അല്ലെങ്കിൽ സാക്രൈഡ്സ് എന്ന് പറയുന്നത്. ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ആയിട്ടുള്ള വാട്ടർ സോലുബിൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഷുഗേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചേഴ്സും തന്നിട്ടുണ്ട്. അതായത് 5 കാർബൺ ഷുഗറിൻ്റെയും 6 കാർബൺ ഷുഗറിൻ്റെയും സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഇതിപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പഠിപ്പിച്ച് വെച്ചാൽ മതി. കാരണം ഇതിൻ്റെയൊക്കെ കണ്ടിന്യൂവേഷൻ പോളിസാക്രൈഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ തന്നെ പഠിക്കുന്നുണ്ട്. ഇത് 6 കാർബൺ ഷുഗറാണ്. ഈ റിംഗ് സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. റിംഗ് സ്ട്രക്ചർ ഇവിടെയൊക്കെ കാർബണാണ്, ഇവിടെ ഓക്സിജനാണ്, ഇവിടെ കാർബണാണ്. അപ്പോൾ 6 കാർബൺ ഷുഗറാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. C6H12O6. അപ്പോൾ കാർബൺ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 അങ്ങനെ 6 കാർബൺ ഷുഗേഴ്സ്. ഇനി 5 കാർബൺ ഷുഗർ എന്ന് പറയുമ്പോൾ റൈബോസ് ആണ് അതിൻ്റെ എക്സാമ്പിൾ ഉള്ളത്.
1 2 3 4 5 ഇതാണ് 5 കാർബൺ ഷുഗർ. ഇതാണ് റൈബോസ്. അപ്പോൾ 5 കാർബൺ ഷുഗറും 6 കാർബൺ ഷുഗറിൻ്റെയും എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ന്യൂക്ലിയോടൈഡ്സ്. അടുത്ത ബയോ മൈക്രോ മോളിക്യൂളാണ് ന്യൂക്ലിയോടൈഡ്സ്. എ ന്യൂക്ലിയോടൈഡ് ഹാസ് 3 കമ്പോണൻസ്. ഒരു ന്യൂക്ലിയോടൈഡിൽ 3 കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? നൈട്രജൻ ബേസ്, 2 തരം നൈട്രജൻ ബേസ് ഉണ്ട്, പിന്നെ പെൻറ്റോസ് ഷുഗർ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ന്യൂക്ലിയോടൈഡിന് 3 കമ്പോണൻസ് ആണ്: നൈട്രജൻ ബേസ്, പെൻറ്റോസ് ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഓക്കെ. അതിൽ നൈട്രജൻ ബേസ് ക്യാൻ ബി ഓഫ് 2 ടൈപ്സ്. 2 തരത്തിലുള്ള നൈട്രജൻ ബേസ് ഉണ്ടാവാം. പ്യൂറീനും ഉണ്ട്, പിരിമിഡീനും ഉണ്ട്. പ്യൂറീൻസ് ആൻഡ് പിരിമിഡീൻസ്. പ്യൂറീൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന 2 നൈട്രജൻ ബേസ് ആണ് അഡിനൈൻ ആൻഡ് ഗ്വാനിൻ, അല്ലെങ്കിൽ AG. ഇനി പിരിമിഡീൻസ് എന്ന് പറഞ്ഞാൽ സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ, CTU. ഓക്കെ. നെക്സ്റ്റ് പെൻറ്റോസ് ഷുഗർ. പെൻറ്റോസ് ഷുഗർ നമ്മൾ നേരത്തെ പറയുന്നതാണ് പെൻറ്റോസ് ഷുഗർ. റൈബോസ് അല്ലെങ്കിൽ ഡിയോക്സി റൈബോസ്, ഇതാണ് റൈബോസ്. റൈബോസ് ഓർ ഡിയോക്സി റൈബോസ് ഇസ് ദ പെൻറ്റോസ് ഷുഗർ പ്രസൻറ്റ് ഇൻ ന്യൂക്ലിയോടൈഡ്സ്. ദെൻ എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കേണ്ടതാണ്. നൈട്രജൻ ബേസ് ഇസ് ലിങ്ക് ടു ദ പെൻറ്റോസ് ഷുഗർ ത്രൂ ആൻ N-ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. നൈട്രജൻ ബേസ് പെൻറ്റോസ് ഷുഗറുമായിട്ട്, നൈട്രജൻ ബേസ് നമ്മൾ പറഞ്ഞു, നൈട്രജൻ ബേസും പെൻറ്റോസ് ഷുഗറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ആ ഒരു ലിങ്കേജിന് പറയുന്ന പേരാണ് N-ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അങ്ങനെ ബേസ് പ്ലസ് ഷുഗർ, അതാണ് ന്യൂക്ലിയോസൈഡ്. ബേസ് പ്ലസ് ഷുഗർ, അതാണ് ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. When a phosphate group is linked to the nucleoside through ester linkage, corresponding nucleotide is formed. അതായത് ഈ പറയുന്ന ന്യൂക്ലിയോസൈഡിലേക്ക് നമ്മൾ എന്താ പറയുക? ബേസ് പ്ലസ് ഷുഗർ, അതാണ് ടൈഡ് എന്ന് പറയുന്നത്. സൈഡ് എന്ന് പറയുന്നത് ന്യൂക്ലിയോസൈഡ്. അതിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റും കൂടെ കൂടിയാൽ ദാറ്റ് ഇസ് ന്യൂക്ലിയോടൈഡ്. Okay, base plus sugar forms a nucleoside. When a phosphate group is attached to the nucleoside, it forms a nucleotide. ഇപ്പോൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന ആ ബോണ്ടിന് പറയുന്ന പേര് എസ്റ്റർ ബോണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ബോണ്ടിൻ്റെ കാര്യം പറഞ്ഞു. ഷുഗറും നൈട്രജൻ ബേസും കൂടെ അറ്റാച്ച് ചെയ്യുന്നത് N-ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത് എസ്റ്റർ ലിങ്കേജ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മുടെ ഷുഗറിലേക്കാണ്, അത് എസ്റ്റർ ലിങ്കേജ് ആണ്. ഓക്കെ. ഇനി നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ, അത് ന്യൂക്ലിയോസൈഡാണ്. അതിൻ്റെ കൂടെ ഫോസ്ഫേറ്റും കൂടെ വന്നാൽ ന്യൂക്ലിയോടൈഡ്. അപ്പോൾ അഡിനൈൻ പ്ലസ് ഷുഗർ ആണെങ്കിൽ അതിന് പറയുന്ന ന്യൂക്ലിയോസൈഡിൻ്റെ പേര് അഡിനോസൈൻ. പ്ലസ് ഫോസ്ഫേറ്റ് ആകുമ്പോൾ അഡിനിലിക് ആസിഡ്, അത് ന്യൂക്ലിയോടൈഡാണ്. ഇനി ഗ്വാനിൻ പ്ലസ് ഷുഗർ ആകുമ്പോൾ ആ ന്യൂക്ലിയോസൈഡിന് പറയുന്ന പേര് ഗ്വാനോസൈൻ. പ്ലസ് ഫോസ്ഫേറ്റ് ആകുമ്പോൾ ഗ്വാനിലിക് ആസിഡ്. സൈറ്റോസിൻ പ്ലസ് ഷുഗർ ആകുമ്പോൾ സൈറ്റിഡീൻ, അതിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിഡിലിക് ആസിഡ്. ദെൻ തൈമീൻ പ്ലസ് ഷുഗർ ഫോംസ് തൈമിഡീൻ. പ്ലസ് ഫോസ്ഫേറ്റ് ആകുമ്പോൾ തൈമിഡിലിക് ആസിഡ്. യുറാസിൽ പ്ലസ് ഷുഗർ ആകുമ്പോൾ യുറിഡീൻ, അതിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് ആഡ് ചെയ്താൽ യുറിഡിലിക് ആസിഡ്. ഇത്രയുമാണ് ന്യൂക്ലിയോസൈഡ്, ന്യൂക്ലിയോടൈഡ് എന്താണെന്ന് ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇതിൻ്റെ ന്യൂക്ലിക് ആസിഡ്സ് നമ്മൾ പഠിക്കും. ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ DNA അല്ലെങ്കിൽ RNA കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ജനറ്റിക് മെറ്റീരിയലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ബയോ മാക്രോ മോളിക്യൂൾസിൽ പഠിക്കും. ഈ ന്യൂക്ലിയോടൈഡ്സും ഷുഗേഴ്സും ഒക്കെ ബയോ മൈക്രോ മോളിക്യൂൾസാണ്. ന്യൂക്ലിയോടൈഡ്സും ഷുഗേഴ്സും. ഓക്കെ.